ഇന്ത്യയിലെ പാചകവാതക വിതരണ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിലുള്ള LPG സിലിണ്ടർ വിതരണം ഘട്ടം ഘട്ടമായി നിർത്തലാക്കി പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുകളിലേക്ക് മാറാൻ ഉപഭോക്താക്കൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ 3 മാസത്തിനുള്ളിൽ പുതിയ കണക്ഷനിലേക്ക് മാറിയില്ലെങ്കിൽ അവരുടെ നിലവിലുള്ള LPG സിലിണ്ടർ വിതരണം റദ്ദാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധന വിതരണം കൂടുതലും സുരക്ഷിതമാക്കുന്നതിനും ചിലവ് കുറയ്ക്കുന്നതിനുമാണ് ഈ നീക്കം. LPG സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളും ഒഴിവാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പൈപ്പ് വഴി നേരിട്ട് അടുക്കളയിലെത്തുന്ന ഗ്യാസ് കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമാണെന്നാണ് സർക്കാർ പറയുന്നത്. സിലിണ്ടറുകൾ മാറുന്നതിനായുള്ള കാത്തിരിപ്പും ബുക്കിംഗും ഇതോടെ ഒഴിവാകും. കൂടാതെ സബ്സിഡി ഭാരം കുറയ്ക്കാനും ഇന്ധനം പാഴാകുന്നത് തടയാനും ഈ മാറ്റത്തിലൂടെ സാധിക്കുമെന്ന് പെട്രോളിയം മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. പൈപ്പ്ഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ള മെട്രോ നഗരങ്ങളിലും മറ്റ് പ്രധാന നഗരങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാകുക. നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് ലൈൻ ലഭ്യമാകണമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ പുതിയ കണക്ഷനായി അപേക്ഷിക്കണം. ഈ സമയപരിധി കഴിഞ്ഞിട്ടും മാറ്റത്തിന് തയ്യാറാകാത്ത ഉപഭോക്താക്കളുടെ സിലിണ്ടർ കണക്ഷനുകൾ റദ്ദാക്കാനോ വിതരണം നിർത്തിവെക്കാനോ ആണ് എണ്ണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സമയം നൽകേണ്ടതില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ നിലപാട്. പുതിയ കണക്ഷനായി അപേക്ഷിക്കുമ്പോൾ നിലവിലുള്ള LPG കണക്ഷൻ സറണ്ടർ ചെയ്യേണ്ടി വരും. സിലിണ്ടർ തിരികെ നൽകുമ്പോൾ ലഭിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പുതിയ കണക്ഷന്റെ ചാർജിലേക്ക് വകയിരുത്താനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കുന്നുണ്ട്. PNG കണക്ഷനിലൂടെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കുന്ന ഗ്യാസിന് മാത്രം പണം നൽകിയാൽ മതി. സിലിണ്ടറുകളെ അപേക്ഷിച്ച് ഇതിന് വില കുറവാണെന്നതും നേട്ടമാണ്. എന്നാൽ പൈപ്പ് ലൈൻ എത്താത്ത ഗ്രാമീണ മേഖലകളിൽ നിലവിലുള്ള സിലിണ്ടർ വിതരണം തുടരും. ഈ മാറ്റം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറക്കാനിടയുണ്ട്. സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ എത്രത്തോളം പ്രായോഗികമാണെന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം പൈപ്പ്ഡ് ഗ്യാസ് രീതിയാണ് പിന്തുടരുന്നതെന്നും ഇന്ത്യയും ആ പാതയിലേക്ക് മാറണമെന്നുമാണ് സർക്കാരിന്റെ വാദം. 2026 അവസാനത്തോടെ പരമാവധി വീടുകളിൽ പൈപ്പ് ലൈൻ എത്തിക്കാനാണ് ലക്ഷ്യം. പുതിയ പരിഷ്കാരം അനുസരിച്ച് 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് അടുത്ത ബുക്കിംഗിനായി ചുരുങ്ങിയത് 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഈ നിയമം ഇതിനകം പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞു. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം ഓരോ വിഭാഗം ഉപഭോക്താക്കൾക്കും വ്യത്യസ്തമായ സമയപരിധികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒറ്റ സിലിണ്ടർ മാത്രം കൈവശമുള്ള സാധാരണ ഉപഭോക്താക്കൾക്ക് ഒരു സിലിണ്ടർ വാങ്ങി 25 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ബുക്കിംഗ് നടത്താൻ സാധിക്കൂ. എന്നാൽ ഡബിൾ സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് ഈ കാത്തിരിപ്പ് കാലാവധി 35 ദിവസമായി വർദ്ധിപ്പിച്ചു. ഏറ്റവും കൂടുതൽ നിയന്ത്രണം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കാണ്. ഇവർക്ക് അടുത്ത സിലിണ്ടറിനായി 45 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. നിശ്ചിത സമയപരിധിക്ക് മുൻപ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഗ്യാസ് ഏജൻസികളുടെ ഡിജിറ്റൽ സംവിധാനം അത് സ്വീകരിക്കില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. ചെറിയ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കും പുതിയ നിയമം ബാധകമാണ്. 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് അടുത്ത ബുക്കിംഗിന് 9 മുതൽ 16 ദിവസം വരെയും 10 കിലോയുടെ സിലിണ്ടറുകൾക്ക് 18 മുതൽ 32 ദിവസം വരെയും ഇടവേള നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ സമയപരിധി കണക്കാക്കുന്നത് നിങ്ങൾ സിലിണ്ടർ ബുക്ക് ചെയ്ത തീയതി മുതലല്ല, മറിച്ച് സിലിണ്ടർ വീട്ടിൽ ഡെലിവറി ചെയ്ത തീയതി മുതലാണ് എന്നതാണ്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്ന വലിയ കുടുംബങ്ങളെയാണ് ഈ പുതിയ തീരുമാനം പ്രധാനമായും പ്രതിസന്ധിയിലാക്കുന്നത്. സിലിണ്ടറുകൾ നേരത്തെ തീരുന്ന സാഹചര്യമുണ്ടായാൽ നിശ്ചിത ദിവസം പൂർത്തിയാക്കാതെ പുതിയത് ലഭിക്കില്ല എന്നത് വീട്ടമ്മമാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. LPG സിലിണ്ടറുകളുടെ അനധികൃത വിൽപ്പനയും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി മാറ്റുന്നതും തടയാനാണ് സർക്കാർ ഇത്തരം കർശന നടപടികളിലേക്ക് നീങ്ങിയത്. പലപ്പോഴും ഗാർഹിക സിലിണ്ടറുകൾ ഹോട്ടലുകളിലും മറ്റും കരിഞ്ചന്ത വഴി എത്തുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. സിലിണ്ടർ വിതരണത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും അർഹരായവർക്ക് കൃത്യസമയത്ത് പാചകവാതകം ഉറപ്പാക്കാനും ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുമെന്ന് എണ്ണ കമ്പനികൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം സിലിണ്ടറിന്റെ ഭാരം കുറയ്ക്കുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും 14.2 കിലോയുടെ സിലിണ്ടറുകൾ തന്നെ വിപണിയിൽ തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.